പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ US സന്ദർശനം ഒഴിവാക്കിയേക്കുമെന്ന സുപ്രധാനമായ ഒരു വാർത്ത വരികയാണ്. നടപടി US ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ US-ൽ നിന്ന് ആയുധങ്ങളും എയർക്രാഫ്റ്റും വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരുപക്ഷേ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറിയേക്കും എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. അഖില സേഫിയാണ് വിവരങ്ങളുമായി ചേർന്നത്. അഖില, ഇപ്പോ US ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 50% നികുതി, അതിനുമേൽ ഇന്ത്യയും കടുത്ത നിലപാട് US-നെ അറിയിച്ചു. തൊട്ടു പിന്നാലെ പ്രതിരോധ മന്ത്രിയുടെ യാത്ര പോലും റദ്ദാക്കുന്ന സാഹചര്യം. വിവരങ്ങൾ എന്തൊക്കെയാണ്? സേതു, അതേ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസം കൂടുന്തോറും വഷളാകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങളൊക്കെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്ദർശനം, പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ വാഷിംഗ്ടണിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. അപ്പോൾ ഈ ഇന്ത്യയുടെ മേൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള അധിക താരിഫ്, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ചുമത്തിയിട്ടുള്ള അധിക നികുതി, അപ്പോൾ ഇതിലൊക്കെ ഒരു തീരുമാനം വരുന്നത് വരെ യാത്ര വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട യാത്ര, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ യാത്ര ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല, ഈ ആയുധങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാറിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനം ഈ നരേന്ദ്രമോദിയും ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടെ ഫെബ്രുവരിയിൽ എടുത്ത ഒരു തീരുമാനമാണ്. അതായത് ഈ ആയുധങ്ങൾ സംഭരിക്കാനും അത് സംയുക്തമായി നിർമ്മിക്കാനുള്ള ഒരു കരാർ ഈ ഫെബ്രുവരി 6-ന് ഈ രണ്ട് രാജ്യത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ചേർന്ന് നടപ്പിലാക്കിയിരുന്നു. ആ ഒരു ഉത്തരവിനും കൂടിയാണ് ഇപ്പോൾ ഒരു റദ്ദാക്കിയിരിക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആയുധ വ്യാപാരം നടത്തുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇത് അമേരിക്കയ്ക്ക് ചെറിയ രീതിയിൽ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് സൂചന. ഏകദേശം $3.6 ബില്യന്റെ വ്യാപാരമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഈ ഇന്ത്യയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് അധിക താരിഫ് ചുമത്തിയതിൽ നിന്ന് ഒരു തീരുമാനമാകാതെ ഇനി ഈ വ്യാപാരം തുടരില്ല എന്നുള്ള ഒരു കടുത്ത തീരുമാനമാണ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ്, ഇസ്രയേൽ, അമേരിക്കയിൽ നിന്നുള്ള എല്ലാം ആയുധ ഇറക്കുമതികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ഇതിനെ പ്രതിരോധിക്കുക? ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അമേരിക്ക കടുത്ത തീരുമാനങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യവും വരും ദിവസങ്ങളിൽ അറിയാം. ഓക്കെ അഖില, ശരി. അപ്പോൾ